നിന്റെ തറക്കടിയിൽ 7 പെൺകുട്ടികളുടെ ശവശരീരങ്ങളുണ്ട്. ഞാൻ അവരെ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. ഹായ് ഗായ്സ്, നിങ്ങൾ 2013 പുറത്തിറങ്ങിയ കോൺജറിങ് കണ്ട് പേടിച്ചിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ ആ സിനിമയുടെ 10% മാത്രമേ കണ്ടിട്ടുള്ളൂ. ബാക്കി 90% ഹോളിവുഡ് സെൻസർ ബോർഡ് കട്ട് ചെയ്ത് കളയുകയുണ്ടായി. ഒരു കുടുംബം നീണ്ട 10 വർഷത്തോളം കാലം ഒരു ഭീകരമൂർത്തിക്ക് മുമ്പിൽ വെന്തുരുകി ജീവിച്ച ഒരു കഥയാണത്. റോഡ് സൈലൻഡിലെ ഹാരിസൺ വില്ലിലുള്ള ആ പഴയ വീട്ടിലേക്ക് 1971 റോജർ പെറോണും ഭാര്യ കരോളിനും തൻ്റെ 5 മക്കളും താമസം മാറുമ്പോൾ അവർ കരുതിയിരുന്നില്ല തങ്ങൾ നടന്നു കയറുന്നത് മരണത്തിൻ്റെ വായിലേക്കാണെന്ന്. സിനിമയിൽ കാണിക്കാത്ത ആ 10 വർഷത്തെ നരകയാതനയുടെ ഏറ്റവും ഭയാനകമായ സത്യങ്ങളിതാ. സിനിമയിൽ ബാത്ഷബ എന്ന ഒറ്റ ശക്തിയിലാണ് പ്രധാനമായി കോൺസെൻട്രേറ്റ് ചെയ്തതെങ്കിലും ആ വീട്ടിൽ യഥാർത്ഥത്തിൽ ഒരുപാട് ആത്മാക്കളുണ്ടായിരുന്നു, അതും വളരെ ഭയപ്പെടുത്തുന്നവ. ആദ്യത്തെ കുറച്ച് മാസങ്ങൾ കുട്ടികൾ ശാന്തരായ ആത്മാക്കളെയാണ് കണ്ടിരുന്നത്. ഒരു ആത്മാവ് രാത്രി വന്ന് കുട്ടികളെ പുതപ്പ് കൊണ്ട് പുതപ്പിക്കുമായിരുന്നു. മറ്റൊരു ആത്മാവ് വീട് അടിച്ചു വാരിടുമായിരുന്നു. ഇതൊന്നും തന്നെ കുട്ടികളെ ഭയപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ അതൊരു കെണിയായിരുന്നു. ആ നല്ല ആത്മാക്കൾക്ക് പിന്നിൽ ഒളിഞ്ഞിരുന്ന കറുത്ത ശക്തികൾ പെട്ടെന്ന് തന്നെ പുറത്തു വന്നു. സിനിമയിൽ കാണിക്കാത്ത ഒരു ഭീകരമായ അനുഭവം കുട്ടിയായ സിൻഡിക്ക് ഉണ്ടായിട്ടുണ്ട്. രാത്രിയിൽ അവളുടെ മുറിയിൽ തുണി അലമാരയ്ക്കുള്ളിൽ നിന്ന് ഒരു വൃദ്ധന്റെ ആത്മാവ് അവളോട് സ്ഥിരമായി സംസാരിക്കാറുണ്ട്. നിന്റെ തറക്കടിയിൽ 7 പെൺകുട്ടികളുടെ ശവശരീരങ്ങളുണ്ട്. ഞാൻ അവരെ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. രാത്രിയിൽ ഈ ശബ്ദം കേട്ട് ആ കുട്ടി അനുഭവിച്ച മാനസിക വിഷമം സിനിമയിൽ എവിടെയും തന്നെ പറഞ്ഞിട്ടില്ല. സിനിമയിൽ നമ്മൾ കണ്ടതിനേക്കാൾ വളരെ ക്രൂരയായിരുന്നു യഥാർത്ഥ ബാത്ഷബ. അവൾ ആ വീട്ടിലെ പുരുഷനായ റോജറിനെ മോഹിക്കുകയും വീട്ടമ്മയായ കരോളിനെ കടുത്ത രീതിയിൽ തന്നെ വെറുക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആ അമ്മയെ പീഡിപ്പിക്കുകയും പരമാവധി കഷ്ടപ്പെടുത്തുകയും ചെയ്തു. സിനിമയിൽ കാണിക്കാത്തൊരു വലിയ ദുരന്തം എന്താണെന്നാൽ പലപ്പോഴും കരോളിൻ്റെ ശരീരത്തിൽ സൂചി കൊണ്ട് കുത്തിയതുപോലുള്ള മുറിപ്പാടുകൾ ഉണ്ടാകുമായിരുന്നു. ഒരു ദിവസം കട്ടിലിൽ ഉറങ്ങുകയായിരുന്ന കരോളിൻ്റെ കാലിൽ കമ്പിപ്പാര കൊണ്ട് അടിക്കുന്ന പോലെ വേദന അനുഭവപ്പെട്ടു. എഴുന്നേറ്റ് നോക്കിയപ്പോൾ അവിടെ നിന്ന് ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. അതിനോട് കൂടെ തന്നെ വായുവിൽ ഭയങ്കരമായൊരു ചിരിയും മുഴങ്ങിക്കേട്ടു. ബാത്ഷബയ്ക്ക് കരോളിനോടുള്ള വെറുപ്പിന്റെ ആഴമാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നത്. നീണ്ട 10 വർഷക്കാലവും കരോളിന് രാത്രിയിൽ ഉറങ്ങാൻ അവർ സമ്മതിച്ചിരുന്നേയില്ല. കട്ടിൽ വായുവിൽ പറന്നു പോവുക, വസ്ത്രങ്ങൾ തനിയെ കീറിപ്പോവുക. അടുക്കളയുടെ കാര്യം പറയുകയാണെങ്കിൽ അടുക്കള ഒരു യുദ്ധക്കളം തന്നെയായിരുന്നു. പലപ്പോഴും കരോളിന അടുക്കളയിലോട്ട് ചെല്ലുമ്പോൾ അവിടെ നിറയെ രക്തം കാണാമായിരുന്നു. ഭയന്ന് അവർ തുറയ്ക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് രക്തം അപ്രത്യക്ഷമാകും. അവസാനിച്ചില്ല, അവർ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഭക്ഷണത്തിലോട്ട് മണ്ണും ചാരവും അഴുക്കും കൊണ്ടിടുന്നത് ബാത്ഷബയുടെ ഒരു വിനോദമായിരുന്നു. അവരെ ഭക്ഷണം കഴിക്കാതെ പട്ടിണിക്കിട്ട് പരമാവധി കഷ്ടപ്പെടുത്തുക എന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ഹോബി. ഇനിയാണ് സിനിമ പാടെ മറച്ചു വെച്ച ഏറ്റവും വലിയ ട്വിസ്റ്റ്. സിനിമയിൽ എഡ് വാരനും ലൊറൈനും വന്ന് ആ വീട്ടിലെ ബാധ ഒഴിപ്പിക്കുകയും പിന്നീട് ആ കുടുംബം സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തു. എന്നാൽ ഇതിന് നേർ വിപരീതമായാണ് സംഭവിച്ചത്. 1974 വാറൻ ദമ്പതികൾ ആ വീട്ടിൽ വന്ന് ഒരു സെഷൻ നടത്തി. ആ സമയത്ത് കരോളിൻ്റെ ശരീരത്തിൽ ബാത്ഷബ പ്രവേശിച്ചു. പിന്നീട് അവിടെ നടന്നത് അതിഭയങ്കരമായ സംഭവങ്ങളായിരുന്നു. പെട്ടെന്ന് കരോളിൻ്റെ ശരീരം കസേരയോടെ വായുവിൽ ഉയരുകയും അവളുടെ തല പൂർണ്ണമായി പുറകിലോട്ട് തിരികുകയും ചെയ്തു. അതിലും ഭയപ്പെടുത്തുന്ന കാര്യം, അവരുടെ മനോഹരമായ മുഖം നിമിഷ നേരം കൊണ്ട് മാറി തൊലി ചുക്കിച്ചുളിഞ്ഞ് കണ്ണുകൾ പരിപൂർണമായി കറുത്ത് ഒരു വൃദ്ധയായ രാക്ഷസിയുടെ രൂപത്തിലായി മാറി. സ്വന്തം അമ്മയുടെ ഈ വികൃത രൂപം കൊണ്ട് ഭയന്ന് മൂത്ത മകളായ ആൻഡ്രിയ ബോധം കെട്ടു വീണു. ഈ കാഴ്ച ഭർത്താവായ റോജറിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അദ്ദേഹം ദേഷ്യപ്പെട്ട് തോക്കുമെടുത്ത് വന്ന് എഡ് വാറിന്റെ മുഖത്തടിക്കുകയും തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയുകയും ചെയ്തു. അദ്ദേഹത്തിന് വേറെ വഴിയില്ല, കാരണം ഇത്രനാൾ കണ്ടതിനേക്കാൾ വളരെ മാരകമായ അവസ്ഥയിലാണ് ഇപ്പോൾ ആത്മാക്കൾ പ്രതികരിക്കുന്നത്. എന്തായാലും വാരൻ ദമ്പതികൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് പേടി തോന്നുന്നുണ്ടോ? ഈ ദുഷ്ടശക്തികളെല്ലാം പിടിച്ചു കെട്ടാൻ ആർക്കും സാധിക്കില്ലേ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാൽ നിങ്ങൾക്ക് തെറ്റി. അങ്ങനെ ഒരാളുണ്ട്. ഈ ദുഷ്ടശക്തികളെ മുഴുവൻ, അവിടെ ഉണ്ടായിരുന്ന എല്ലാത്തരം ബാത്ഷബ ഉൾപ്പെടുന്ന ഒരുപാട് ദുഷ്ടശക്തികളെ മുഴുവൻ പിടിച്ച് മുൾമുനയിൽ നിർത്തിയ ഒരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തെ പറ്റി സിനിമയിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ പറയും. അതിനായി പാർട്ട് 2 വരെ വെയിറ്റ് ചെയ്യുക. ഈ യഥാർത്ഥ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ രഹസ്യങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.